പൈസ കിട്ടുക. ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി ഒരെണ്ണം മതിയോ? നല്ല സ്റ്റാർട്ടർ ഏതാ പറയണ്ടേ? ഗൈസ്, അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ബാംഗ്ലൂർ ഫേമസ് ആയ മേഘന ഫുഡ്സിലാണ്. പുറത്ത് നല്ല തിരക്ക് കണ്ടില്ലേ? ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഇവിടെ ഏത് ആളുകളും വന്ന് കഴിക്കുന്ന ലക്ഷണമാണ് ഈ വണ്ടികളുടെ ലക്ഷണം. അതാ ഇവരുടെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഇവിടെ നിന്ന് മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളൂ. ആ ബോർഡിൽ എഴുതി വെച്ച് നോക്കിയേ, ബാംഗ്ലൂർ മേഘന ബിരിയാണി ഇഷ്ടമല്ല, അവർക്ക് ജീവനാണ്. എന്തായാലും നമുക്ക് അങ്ങനെ താഴത്തെ ഫ്ലോറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്സ്റ്റേഴ്സിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്സ്റ്റേഴ്സിലെത്തി അകത്ത് കയറിയപ്പോഴാണ് അവസ്ഥ മനസ്സിലായത്. സൂചി കുത്താൻ ഇടമില്ലാത്ത തിരക്ക്. കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. ഇന്ന് വീണ്ടും സിറാജിൻ്റെ ഒപ്പം തന്നെയാണ് ഈ പരിപാടി സെറ്റ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ടേബിൾ ഫ്രീ ഇല്ലാത്തതുകൊണ്ട് അവിടെ വേറെ 2 പേരിരിക്കുന്ന ടേബിളാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് അറേഞ്ച് ചെയ്യുന്നത്. പേരെങ്ങനെയാ? യദു. ഇവിടെ എന്താ പരിപാടി? നിങ്ങൾ വെജിന് ആൾക്കാരല്ലേ? ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി ഒരെണ്ണം മതിയോ? നല്ല സ്റ്റാർട്ടർ ഏതാ പറയണ്ടേ? അപരിചിതരായവർ ഞങ്ങളുടെ ടേബിൾ മേടിച്ച ശേഷം അവർ സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ ഒരു ചിക്കൻ സ്റ്റാർട്ടറും പിന്നെ അവിടുത്തെ ഫേമസ് മേഘന ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ പുതിയ കൂട്ടുകാർ സജസ്റ്റ് ചെയ്ത ചിക്കൻ സ്റ്റാർട്ടർ എത്തി. സ്റ്റാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘന ചിക്കൻ 555. കാണാൻ നല്ല കളർഫുള്ളാണ്. ചൂടോടുകൂടി ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല എരിവായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ്. അവർ പറഞ്ഞ 100% ശരിയാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടർ തന്നെയാണ്. ഇവിടുത്തെ സെർവിങ് ആണ് ഇവിടെ എടുത്തു പറയേണ്ട വേറെ രീതി. നമ്മൾ എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടിയുള്ള ആ കറക്റ്റ് പോർഷനായിട്ട് തന്നെയാണ് അവരത് സെർവ് ചെയ്ത് തരുന്നത്. അതായത് നമ്മൾ 4 പേരുണ്ടെങ്കിലും 2 പേരുണ്ടെങ്കിലും നമുക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റി ആയിട്ട് അവർ നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് തരും. അങ്ങനെ സ്റ്റാർട്ടറെല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടേബിൾ മേറ്റ്സിൻ്റെ പനീർ ബിരിയാണി എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ കുറച്ച് നാളായിട്ട് വെജിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പ്രസൻറ്റേഷൻ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതും വളരെ സൂപ്പർ ബിരിയാണിയാണെന്ന്. പക്ഷെ നമ്മുടെ സൂപ്പർ ഡിഷ് ഇവിടെ കാത്തിരുന്ന പോലെ നമ്മുടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ റൈസും മസാലയും വേറെ വേറെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ തന്നെ റൈസിലേക്ക് ആ മസാലയും ചിക്കനും ഒക്കെ ഇട്ട് കൂടെ കുറച്ച് ഗ്രേവിയും റൈത്തയും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴിച്ചെടുക്കണം. ആഹാ, ആ മണം തന്നെ വേറെ ലെവൽ തന്നെ. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും നോക്കാനായില്ല. ഈ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്ത്
ഈ ചേട്ടന്മാർക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് വയർ ഫുള്ളായി. കൈ കഴുകാനുള്ള ടേബിൾ തന്നെ ചൂടുവെള്ളവും നാരങ്ങ ഇട്ട് ബോൾ അവർ കൊണ്ടുവന്ന് തന്നു. പക്ഷെ ടേബിളിൽ അപ്പോഴും സിറാജ് നല്ല തിരക്കിൽ തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു തണുത്ത തംസപ്പും അതും കൂടി അടിച്ചപ്പോൾ ശരിക്കും പെർഫെക്റ്റായി. പുതിയ കുറച്ച് സുഹൃത്തുക്കളെയും കിട്ടി, കിട്ടുന്ന ഫുഡും കഴിച്ചു. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും മേഘന ഫുഡ്സ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണേ.